കോട്ടയം തിരുവാതുക്കലിൽ ഇരട്ടക്കൊലക്കേസുമായി ബന്ധപ്പെട്ട് സിബിഐ സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട ദമ്പതികളുടെ മകന്റെ മരണം അന്വേഷിക്കുന്ന സിബിഐ സംഘമാണ് എത്തിയത്. വിവരങ്ങളുമായി ചേരുന്നത് വിഷ്ണു സുരേഷാണ് തിരുവാതുക്കലിൽ നിന്ന്. വിഷ്ണു, ഗൗതമിന്റെ മരണം സംഭവിച്ചപ്പോൾ 6-7 വർഷമായിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ സിബിഐ അന്വേഷണം ആരംഭിച്ച് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ ദമ്പതികൾ മരിച്ചത് കൂടി കണക്ട് ചെയ്തുള്ളൊരു അന്വേഷണത്തിനാണോ സിബിഐ സംഘത്തിന്റെ ശ്രമം? അതിലേതെങ്കിലും താരതമ്യത്തിലോ ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് 5-അംഗ CBI സംഘം അല്പസമയം മുമ്പ് ഈ ക്രൈം സ്പോട്ടിലേക്ക് എത്തിയത്. ഏകദേശം ഒരു 5 മിനിറ്റ് മാത്രമാണ് അവർ എത്തിയിട്ടാകുന്നതേ ഉള്ളൂ. 2017 ഗൗതത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അതായത് ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആണ് മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അന്ന് കാറിൽ രക്തക്കറയും അതോടൊപ്പം തന്നെ ബ്ലേഡും ഒക്കെ കണ്ടെത്തിയിരുന്നു. പിന്നീട് പോലീസും ക്രൈംബ്രാഞ്ചും ഒക്കെ നടത്തിയ അന്വേഷണത്തിൽ ഇതൊരു ആത്മഹത്യ എന്ന രീതിയിലാണ് പോലീസിൻ്റെയൊക്കെ കണ്ടെത്തൽ. പിന്നീട് അത് കോടതിയിൽ ചലഞ്ച് ചെയ്താണ് CBI അന്വേഷണത്തിനടക്കം വിട്ടത്. നിലവിൽ CBI അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടയിലാണ് ഗൗതത്തിന്റെ മാതാപിതാക്കളെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. സ്വാഭാവികമായും ഗൗതത്തിന്റെ കേസ് അന്വേഷിക്കുന്ന CBI ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളതൊരു സ്വാഭാവിക നടപടിയാണ്. ഏതെങ്കിലും തരത്തിൽ ഈ 2 കൊലപാതകങ്ങൾക്ക് ആദ്യത്തെ മരണവുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന്റെ പ്രാഥമിക നടപടിയുടെ ഭാഗമായാണ് അവർ ഇവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ പോലീസ് ഇപ്പോഴും ഈ ഘട്ടത്തിലും പറയുന്നത് ഇത് ഇവർക്ക് ഇവിടെ താമസിച്ചിരുന്ന ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന നേരത്തെ മോഷണ കേസിലടക്കം പിടിയിലായ അയാൾ തന്നെ കൊലപാതകം നടത്തിയെന്നുള്ളൊരു പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. വിശദമായ ഒരു അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ചില നിർണായക തെളിവുകൾ, അതായത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഈ കോടാലി അടക്കമുള്ള വസ്തുക്കൾ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ CBI സംഘം ഈ വീടിനകത്ത് ഈ ക്രൈം നടന്ന സ്ഥലത്ത് പരിശോധന നടത്തുകയാണ്. CBIയുടെ 5-അംഗ സംഘമാണ് എത്തിയിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ കേസിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ലീഡ് ലഭിക്കുമോ എന്നുള്ളതാണ് അവർ പരിശോധിക്കുന്നത്. പക്ഷേ പോലീസ് മറ്റൊരു കഥയാണ് പറയുന്നത്. അതായത് ഈ കൊലപാതകങ്ങൾക്ക് ഇത് 2 കൊലപാതകങ്ങളാണെന്ന് രാവിലെ തന്നെ പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. പക്ഷേ ഇതിന് വളരെ ക്രൂവലായിട്ടുള്ളൊരു സ്വഭാവമാണുള്ളത്. ഈ 2 പേരെയും അതിക്രൂരമായി മർദ്ദിക്കുകയും അതോടൊപ്പം തന്നെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് മറ്റൊരു തരത്തിലുള്ളൊരു കൊലപാതകം അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടൽ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. ഒപ്പം ഈ മതിലിനോട് ചേർന്ന് ഈ വീടിൻ്റെ പുറത്തെ മതിലിനോട് ചേർന്ന അമിത് എന്നൊരു പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ അമിത് എന്ന് പറയുന്ന ആളാണ് ഇവിടെ നേരത്തെ ഇവർക്കൊപ്പം താമസിക്കുകയും പിന്നീട് ഇവർ തന്നെ മോഷണ പരാതി നൽകി അയാൾ റിമാൻഡിലാകുകയൊക്കെ ചെയ്തു. അപ്പോൾ അയാൾ ഏതെങ്കിലും തരത്തിൽ ഈ കൊലപാതകം നടത്തിയിട്ടുണ്ടോ എന്നാണ് പോലീസ് പരിശോധന. അതിന് ചില കാരണങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച കോടാലി അത് ഇവിടുത്തെ ഔട്ട് ഹൗസിൽ നിന്ന് ലഭിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വീടും ഈ പരിസരവും ഒക്കെ കൃത്യമായി അറിയാവുന്ന ഒരാൾ ഈ കൊലപാതകം നടത്തിയെന്നാണ് പോലീസിൻ്റെ ഒരു അനുമാനം. പ്രത്യേകിച്ച് ഈ ജനൽ തുറന്ന് ജനലിൻ്റെ അകത്തുകൂടി സ്ക്രൂ ഡ്രൈവർ ഇട്ട് വാതിൽ തുറക്കാനൊക്കെ ആകും എന്ന് ഈ വീടിൻ്റെ ഒരു ഘടനയൊക്കെ അറിയാവുന്ന ഒരാൾക്കായിരിക്കും അത്തരം ഇടപെടലിലേക്കൊക്കെ പോകാനാകുക. അതുകൊണ്ട് ആ ഒരു പേരിന് തന്നെയാണ് കൂടുതൽ അന്വേഷണ സംഘം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അയാളിലേക്ക് തന്നെ അന്വേഷണം നടത്തുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം ഈ പരിസരത്ത് ഇന്നലെ എത്തിയ ആളുകൾ ആരെല്ലാം, അസ്വാഭാവികമായി എത്തിയ ആളുകൾ ആരൊക്കെ എന്നുള്ളത് CCTV ദൃശ്യങ്ങളിലൂടെയും അതോടൊപ്പം മൊബൈൽ ടവറിൻ്റെ സഹായത്തോടെയും പോലീസ് തേടുന്നുണ്ട്. അതുകൊണ്ട് അത്തരത്തിലൊരു അന്വേഷണം കൂടി പോലീസ് ഒരു സമാന്തരമായി നടത്തുന്നുണ്ട്. വിശദമായൊരു അന്വേഷണത്തിലൂടെ പ്രതികളിലേക്ക് എത്താൻ, എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയാണ് പങ്കുവെക്കുന്നത്. ഇത് പെട്ടെന്നുണ്ടായ പ്രകോപനമായി പോലീസ് കരുതുന്നില്ല. അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി വന്നതാകാം എന്നാണ് പോലീസ് ആ കൊലപാതകം. അതിലൊക്കെ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ്. CBI സംഘവും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ മരിച്ച ഇവരുടെ മകന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബന്ധിപ്പിക്കുമോ, അതിൽ അന്വേഷണം നടക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കും.